നമസ്കാരം. 10 വർഷം നീണ്ട പിണറായിയുടെ ദ്രോഹഭരണം അവസാനിക്കണമെന്ന് ആഗ്രഹിക്കാത്ത നല്ല മലയാളികളൊന്നും ബാക്കിയുണ്ടായിരുന്നില്ല. അണ്ണാറക്കണ്ണനും തന്നാലായതേ എന്ന് പറഞ്ഞതുപോലെ എല്ലാവരും അവരുടേതായ രീതിയിൽ പണിയെടുത്തു. ഈ മാറ്റത്തിന് വേണ്ടി മോഹിക്കാതിരുന്നത് സമൂഹത്തിൽ സ്വാധീനമുള്ളവർ മാത്രമായിരുന്നു. മാധ്യമപ്രവർത്തകർ, മാധ്യമ സ്ഥാപനങ്ങൾ, മതപുരോഹിതന്മാർ, രാഷ്ട്രീയക്കാർ ഇവരൊക്കെ പിണറായിയുടെ പൃഷ്ഠം താങ്ങി തുടരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പക്ഷേ സാധാരണ മനുഷ്യർ ഒരുമിച്ച് നിന്നു. 10 വർഷത്തെ ദുഷ്ടഭരണം അർഹിക്കുന്ന ശിക്ഷയോടെ ജനം തള്ളിക്കളഞ്ഞു. CPMൻ്റെ ചരിത്രത്തിലെ ഏറ്റവും നാണം കെട്ട തോൽവിയാണ്. ഒരു രാജ്യസഭാ MP പോലും ജയിപ്പിച്ചെടുക്കാനുള്ള ശേഷി ഇനി LDFിനില്ല. 2031 UDF സർക്കാരിൻ്റെ കാലാവധി കഴിയുമ്പോഴേക്കും LDFിൻ്റെ സകല രാജ്യസഭാംഗങ്ങളും റിട്ടയർ ചെയ്തിരിക്കും. UDFകാരായിരിക്കും പകരമെത്തുന്നത്. ഈ ജനവികാരം പ്രതിഫലിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു കേരളത്തിൻ്റെ 13ാമത് മുഖ്യമന്ത്രിയായ VD സതീശൻ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ നമ്മൾ കണ്ട വികാരനിർഭരമായ സംഭവങ്ങൾ. സംസ്ഥാനത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ആയിരക്കണക്കിന് മനുഷ്യർ ഒഴുകിയെത്തി. പിണറായി വിജയൻ്റെ ദുർഭരണത്തിൽ യാതനയും വേദനയും അനുഭവിച്ചവരടക്കം പുതിയ സർക്കാരിനെങ്കിലും പരിഹരിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്ന പാവപ്പെട്ട മനുഷ്യരടക്കം 10,000-ങ്ങളെത്തി. സെൻട്രൽ സ്റ്റേഡിയത്തിന് താങ്ങാനുള്ള ശേഷി പോലും ഉണ്ടായിരുന്നില്ല. 4 തരത്തിലുള്ള പാസുകളായിരുന്നു. ഒന്ന്, സ്റ്റേജിലേക്ക് കയറേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അതിഥികൾ, സത്യപ്രതിജ്ഞ ചെയ്യുന്ന മന്ത്രിമാരും പ്രധാന പ്രതിപക്ഷ നേതാക്കളും വിശിഷ്ടാതിഥികളായി എത്തിയവരുമൊക്കെ ഉൾപ്പെടെ സ്റ്റേജിലിരിക്കാൻ യോഗ്യതയുള്ളവരായിരുന്നു 1ാമത്തെ കാറ്റഗറിയിൽപ്പെട്ടവർ. വിശാലമായ സ്റ്റേജായിരുന്നു. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഒരുമാതിരിപ്പെട്ട എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളെയും ആ സ്റ്റേജിലിരുത്തി. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മല്ലികാർജുന ഖാർഗെയും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും ഹിമാചൽ മുഖ്യമന്ത്രി സുഖുവും അടക്കം VVIPകളുടെ നിര തന്നെയായിരുന്നു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ, CPI സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കമുള്ള പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ, മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾ ഇവരെല്ലാം സ്റ്റേജിലുണ്ടായിരുന്നു. രണ്ടാമത്തേത് VVIPകളാണ്. സ്റ്റേജിന് മുൻപിൽ വേദിയിലെ 1ാം നിരയിൽ പ്രത്യേകം തിരിച്ചിരിക്കുന്ന സ്ഥലത്തിരിക്കുന്ന പ്രമുഖർ. അവിടെ നിയുക്ത MLAമാരും മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളും വിവിധ മതങ്ങളിലെ നേതാക്കളും സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരും പ്രമുഖ ബിസിനസ്സുകാരും ഉൾപ്പെടെ പ്രത്യേകം ക്ഷണിക്കപ്പെട്ട പ്രമുഖരായിരുന്നു. അടുത്തത് VIP നിരയാണ്. ക്ഷണിക്കപ്പെട്ട ആയിരക്കണക്കിന് മറ്റ് അതിഥികൾ. ഇവർക്കും കാർ പാസ് ഉൾപ്പെടെ ഉള്ളവ ഇഷ്യൂ ചെയ്തിരുന്നു. ഏതാണ്ട് 15,000-ഓളം സീറ്റുകൾ നിരത്തിയിട്ട് അവർക്കൊക്കെ ഇരിക്കാനുള്ള സൗകര്യമാണ് ഒരുക്കിയത്. അടുത്തത് സ്പെഷ്യൽ പാസ് എന്ന പേരിൽ മറ്റൊരു പാസ് കൂടി ഉണ്ടായിരുന്നു. ആയിരക്കണക്കിന് മനുഷ്യർക്ക് ഈ പരിപാടിയുടെ ഭാഗമാകാൻ ഉള്ള അവസരമായിരുന്നു സ്പെഷ്യൽ പാസ്. സെൻട്രൽ സ്റ്റേഡിയത്തിനകത്തും പുറത്തുമായി കുറഞ്ഞതൊരു 1,00,000 ആളുകളെങ്കിലും എത്തിക്കാണും. ഇത്രയേറെ വലിയ ഒരു പരിപാടിക്ക് തിരുവനന്തപുരം നഗരം ഈ അടുത്ത കാലത്തൊന്നും സാക്ഷ്യം വഹിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം. സെൻട്രൽ സ്റ്റേഡിയത്തിന് ഉൾക്കൊള്ളാൻ കഴിയുന്നതിൻ്റെ 10 മടങ്ങ് പ്രവർത്തകരാണ് അസാധാരണമായ ചടങ്ങിനെ സാക്ഷ്യം വഹിക്കാനെത്തിയത്. 10 വർഷം നീണ്ട ദുർഭരണം അവസാനിച്ചതിൻ്റെ ഉത്സവാഘോഷം കൂടിയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ UDF ഇത്രയധികം ഉജ്ജ്വലമായ വിജയം നേടാൻ നിരവധി ഘടകങ്ങളുണ്ടെങ്കിലും അതിലേറ്റവും പ്രധാനപ്പെട്ടതായി മാറിയത് പിണറായി വിരുദ്ധ വികാരമായിരുന്നു. പിണറായി എല്ലാവരെയും ഭയപ്പെടുത്തി, ചിലർക്ക് ആനുകൂല്യങ്ങൾ വിതരണം ചെയ്ത് വശത്താക്കി. പിണറായി ഇല്ലാതെ കേരളമില്ല, കേരളത്തിൻ്റെ പുതിയ മാവേലിയാണ് എന്ന തരത്തിൽ പ്രചരണം നടത്തിയപ്പോൾ അങ്ങനെയല്ല, ഇതെല്ലാം കള്ളത്തരമാണ്, പിണറായി നാടിനെ നശിപ്പിക്കുന്നത് എന്ന് തുറന്നു പറയാൻ ധൈര്യമുള്ളവർ കുറവായിരുന്നു. എന്നാൽ ആദ്യം മുതൽ പിണറായിയുടെ കപടമുഖം ജനങ്ങൾക്ക് മുമ്പിൽ ചൂണ്ടിക്കാണിക്കുകയും അത് പതിയെ പതിയെ ജനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യാൻ കാരണമായത് ഞങ്ങൾ കൂടിയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. പിണറായി വിരുദ്ധ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ നിർണായക ഘടകമായി മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരിൽ ഒരാൾ ഞങ്ങൾ കൂടിയാണ്. തീർച്ചയായും പ്രതിപക്ഷ നേതാവ് VD സതീശനടക്കം ആയിരക്കണക്കിന് മനുഷ്യരുടെ പ്രയത്നത്തിൻ്റെ ഫലമാണ് എന്ന് പറയുമ്പോഴും ഞങ്ങൾക്കും ഒരു ചെറിയ റോളുണ്ട് എന്ന് വിശ്വസിക്കാനുള്ള അവകാശമെങ്കിലും ഞങ്ങൾക്കുണ്ട്. പക്ഷെ ഖേദപൂർവ്വം പറയട്ടെ, ആരെങ്കിലും ഒരു പാസ് നൽകി പങ്കെടുക്കണമെന്ന് ഞങ്ങളോട് ആവശ്യപ്പെട്ടില്ല. ഒടുവിൽ ഞങ്ങളുടെ ഡെസ്കിൽ നിന്നും നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ ഓഫീസിൽ ബന്ധപ്പെട്ടപ്പോൾ ഏറ്റവും ഒടുവിലത്തെ പാസ് 1,00,000 ആൾക്കാർക്കെങ്കിലും കൊടുക്കുന്ന ഏറ്റവും ഒടുവിലത്തെ 2 പാസ്സാണ് തന്നുവിട്ടത്. ഇതിലൊന്നും ഞങ്ങൾക്ക് ഖേദമില്ല. കാരണം 1 രൂപ പ്രതിഫലം വാങ്ങാതെയാണ് ഞങ്ങൾ ഈ നാടിനു വേണ്ടി പണിയെടുത്തത്. ആ പണിയിൽ ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു, നാട് രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുമ്പോൾ പ്രതിഫലം കൈപ്പറ്റാത്തത് കൊണ്ട് തന്നെ അതിൽ ഖേദിക്കേണ്ട കാര്യവുമില്ല. എങ്കിലും സൂചിപ്പിച്ചു എന്ന് മാത്രം. പക്ഷേ ഇതൊന്നും
ആവേശഭരിതരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ല. അത്ര ആവേശത്തോടു കൂടിയായിരുന്നു ജനക്കൂട്ടം ആരവമുയർത്തിക്കൊണ്ട് ആ സ്റ്റേഡിയത്തിൻ്റെ അകത്തും പുറത്തും നിരന്നു നിന്നത്. വന്ദേമാതരം പൂർണ്ണമായി ആലപിച്ചുകൊണ്ടായിരുന്നു ചടങ്ങ് തുടങ്ങിയതും അവസാനിച്ചതും. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ ക്ഷണിച്ചപ്പോൾ നിലയ്ക്കാത്ത ആരവമായിരുന്നു സ്റ്റേഡിയത്തിൽ. അത്ര ആവേശത്തോടുകൂടി ആളുകൾ ഒരുമിച്ച് ജയ് വിളിച്ചു. എത്ര പ്രതീക്ഷയോടെയാണ് ജനങ്ങൾ പുതിയ മുഖ്യമന്ത്രിയെ വരവേൽക്കുന്നത് എന്നതിന് തെളിവായിരുന്നു ആൾക്കൂട്ടത്തിൽ നിന്നുണ്ടായ ആ കടലിരമ്പം. വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യും. ഓരോരുത്തരെയും ക്ഷണിച്ചിരുന്നത് ചീഫ് സെക്രട്ടറി ആയിരുന്നു. ചീഫ് സെക്രട്ടറി വിചിത്രമായ ഇംഗ്ലീഷ് ഉച്ചാരണം മാത്രമായിരുന്നു അവിടെ അഭംഗിയായി നിറഞ്ഞു നിന്നത്. സത്യപ്രതിജ്ഞ ചെയ്ത മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും സഹായിക്കാൻ ഒപ്പിടുന്ന ബുക്കുമായി പിന്നിൽ നിന്ന് എ വാസുകി എന്ന യുവ IAS ഉദ്യോഗസ്ഥയും ശ്രദ്ധ നേടി. വി.ഡി. സതീശന്റെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം രണ്ടാമതായി എത്തിയത് മുസ്ലിം ലീഗ് നേതാവ് P.K. കുഞ്ഞാലിക്കുട്ടിയായിരുന്നു. P.K. കുഞ്ഞാലിക്കുട്ടി ദൈവനാമത്തിന് പിന്നാലെ സൃഷ്ടാവിൻ്റെ നാമവും കൂടി ഉപയോഗിച്ചാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മൂന്നാമത് സത്യപ്രതിജ്ഞയ്ക്കെത്തിയ രമേശ് ചെന്നിത്തലയ്ക്കും നിലയ്ക്കാത്ത കയ്യടിയായിരുന്നു. അഞ്ചാമത് മുതിർന്ന നേതാവായ K. മുരളീധരനും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മന്ത്രിയായ മോൻസ് ജോസഫുമായിരുന്നു. RSP നേതാവ് ഷിബു ബേബി ജോണും CMP നേതാവ് CP ജോണും ഒഴികെ ബാക്കി എല്ലാവരും ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മന്ത്രി ഷിബുവും മന്ത്രി ജോണും സഗൗരവമാണ് സത്യപ്രതിജ്ഞയ്ക്ക് ഹാജരായത്. ദൈവവിശ്വാസികളല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സത്യപ്രതിജ്ഞയായിരുന്നു അവരുടേത്. മന്ത്രിസഭയിൽ ഏറ്റവും അധികം അനുഭവജ്ഞാനമുള്ളത് P.K. കുഞ്ഞാലിക്കുട്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കുമാണ്. രമേശ് ചെന്നിത്തല 3 തവണ മന്ത്രിയായിട്ടുണ്ട്. AP അനിൽകുമാർ 6 തവണ MLA ആവുകയും 3 തവണ മന്ത്രിയാവുകയും ചെയ്തു. CP ജോൺ, ബിന്ദു കൃഷ്ണ, M ലിജു, ജനീഷ്, തുളസി, അബ്ദുൽ ഗഫൂർ എന്നിവർ ആദ്യമായി MLA ആവുന്നതാണ്. MLA ആയപ്പോൾ തന്നെ അവർ മന്ത്രിമാരുമായി. അതായത് നിയമസഭയിലെ ഒരു പരിചയവുമില്ലാതെയാണ് 6 പേർ മന്ത്രിമാരായിരിക്കുന്നത്. വി.ഡി. സതീശന് ജനക്കൂട്ടം നൽകിയ ആ സ്വീകരണം അദ്ദേഹം പോകുന്നിടത്തെല്ലാം ആവർത്തിക്കുകയാണ്. ഉമ്മൻചാണ്ടിയെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ വി.ഡി. സതീശൻ ജനക്കൂട്ടത്തിൻ്റെ നടുവിലൂടെ ജീവിക്കുന്ന കാഴ്ചയായിരിക്കും ഇനി നമ്മൾ കാണാൻ പോകുന്നത്. എല്ലാ മന്ത്രിമാരും ഉത്തരവാദിത്വത്തോടെ അവരുടെ കടമ നിറവേറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കാം.